ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിബ്ലിങ്സ് അറ്റ് NZ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ഒരു ദിവസത്തെ പ്രത്യേകത ന്യൂസിലൻഡുകാർക്ക് ഒരുപാട് പ്രത്യേകമുള്ള ദിവസമാണ്. അതായത് നവംബർ 29 ഫ്രൈഡേ. നവംബർ 29 ഫ്രൈഡേ എന്ന് പറയുമ്പം ഇന്നത്തെ ദിവസം ഇവിടെ അവർ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ദിവസം ഇവിടെ ഷോപ്പിംഗ് ചെയ്യുന്നവരുടെ ഏറ്റവും അടിപൊളിയായ ഡേ ആണ്. അതായത് അവർക്ക് വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ, പിന്നെ എന്ത് സാധനങ്ങളാണെങ്കിലും നമ്മൾ കടയിൽ പോയി ഷോപ്പിംഗ് മാളിൽ നിന്നോ ഇല്ലെങ്കിൽ ഷോപ്പിംഗ് സെൻറ്ററിൽ നിന്ന് വാങ്ങിക്കുന്നവർക്ക് അത് ഡിസ്കൗണ്ട് റേറ്റിൽ ലൈക്ക് 25, 45 പിന്നെ 30%, അത് ഓരോരോ ഐറ്റമിൻ്റെ മുകളിൽ ഡിപ്പെൻഡായിരിക്കും. സോ അതിൻ്റെ കുറവ് റേറ്റിന് പൊതുവെ കിട്ടുന്ന റേറ്റിലേക്കാളും ഒരുപാട് ശതമാനം കുറവ് റേറ്റിനാണ് ഇന്നത്തെ ദിവസം കിട്ടുന്നത്. അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എല്ലാവരും ഇന്നത്തെ ദിവസം പൊതുവെ ഷോപ്പിംഗ് ചെയ്യും. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇന്ന് തന്നെയാണ് പൊതുവെ അവർ വാങ്ങിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാനും എന്താണ് ഷോപ്പിങ്ങിൽ കിട്ടുന്നത്, അപ്പോൾ നമ്മൾ പൊതുവെ ഇന്ത്യയിൽ ദീപാവലി സെയിലെന്നോ ക്രിസ്മസ് സെയിലെന്നോ അങ്ങനെയൊക്കെ നമ്മൾ ആഘോഷിക്കും. അപ്പം ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് കാണാം. സോ അതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഷെയർ, പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ ഇടിച്ചേക്കണേ. ഞാനിപ്പം പോകുന്നത് ഒരു ഷോർട്ട് കട്ടുണ്ട് Kmartലോട്ട്. അപ്പോൾ ആ ഷോർട്ട് കട്ടിലൂടെയാണ് പോകുന്നത്. ഷോർട്ട് കട്ടിൽ പോകുമ്പോൾ എനിക്കെൻ്റെ ആശുപത്രിയുടെ സൈഡിൽ കൂടെയൊക്കെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഷോർട്ട് കട്ടിൻ്റെ റൂട്ട്. 35 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ 35 മിനിറ്റ്സിൽ നമുക്ക് അവിടെ എത്താൻ പറ്റുമെന്നാണ് ഗൂഗിളിൽ കണ്ടപ്പം കിട്ടിയിരുന്നത്. സോ അപ്പോൾ നമുക്ക് ഒരു ഷോപ്പിംഗ് നോക്കിയിട്ട് വരാം. എന്തൊക്കെയാണ്, എത്ര രൂപയുടെയൊക്കെയാണ് ഡിഫറൻസ് കാണിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണാം. സോ ഇതൊരു റെസ്റ്റ് ഹോമാണ്. നമ്മുടെ ഹോസ്പിറ്റൽ ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ്. ഒരു നില ഹോസ്പിറ്റലാണ്, അല്ല ഐ മീൻ 2 നിലയൊന്നും ഇല്ല, ഒറ്റ നിലയിലായിരിക്കുന്ന കൊണ്ട് ഇതിൻ്റെ പുറകിലാണ്. പിന്നെ ഈ സ്ഥലം കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു റൂട്ടെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ സൈക്കിളിൽ പോകുന്നവർക്കും നടക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അവർക്കൊക്കെ നല്ലൊരു റൂട്ടാണ്. അപ്പോൾ ഈ റൂട്ടിൽ പോയിട്ട് ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കണമൊക്കെ തോന്നുന്നവർക്ക് അവർക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം കത്തിയടിച്ചിട്ടൊക്കെ പോകാം. അപ്പോൾ ഈ റൂട്ടിൽ കൂടെ നേരെ നടന്നിട്ട് നമുക്ക് മെയിൻ റോഡ് കിട്ടും. ആ മെയിൻ റൂട്ടിൽ കൂടെ നമ്മൾ Kmartലോട്ട് പോകുന്ന റൂട്ടിലേക്ക് പോകാം. Kmart എന്ന് പറയുമ്പം Kmartൻ്റെ അടുത്ത് ഇഷ്ടംപോലെ കടകളുണ്ട് വേറെ. എൻ്റെ പൊന്നു മക്കളെ, ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ചൂടാണ് ഇപ്പോഴേ ഇങ്ങനെ. ഇനിയിപ്പം സമ്മറൊക്കെ തുടങ്ങി, ഡിസംബറിലൊക്കെയാണ് തുടങ്ങുന്നത് സമ്മർ. അപ്പോൾ എപ്പോൾ എങ്ങനെയായിരിക്കും ആവോ. അത് ഇവിടെ സൂര്യനെ അടുത്തായതുകൊണ്ട് ഭയങ്കര റേഡിയേഷനാണ് ഈ ഒരു വെയിലിന്. അപ്പം ഞാനോ ഇപ്പോൾ ഓർക്കുമായിരുന്നു പിന്നെ കുറച്ച് തണുത്തിട്ടൊക്കെ വന്നാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ സാധനങ്ങൾ സെയിൽ മിസ്സായാലോ, എന്തൊക്കെയുണ്ടെന്ന് അല്ലേ. അയ്യോ കൊള്ളാം. അപ്പം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഷോപ്പിംഗ് നോക്കുക എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ വിൻഡോ ഷോപ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ വിൻഡോ ഷോപ്പിംഗ് ആവോ അതോ എൻ്റെ കയ്യിലെ ബഡ്ജറ്റെല്ലാം കാലിയാവോ എന്നൊന്നും ഒരു പിടിയില്ല. പക്ഷെ എന്നാലും സ്റ്റിൽ നോക്കാം. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് എന്നാന്ന് പറഞ്ഞാൽ, എൻ്റെ മലയാളം ശരിയില്ല, എല്ലാം ബ്രോക്കൺ മലയാളമാണ്. അതെന്നാന്ന് പറഞ്ഞാൽ ഞാൻ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് കർണാടകയിലാണ്. കന്നഡയാണ് എൻ്റെ ലാംഗ്വേജ്. പക്ഷേ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ പണ്ട് അവർ
നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പം പൊതുവെ അങ്ങനെ പറയാവുന്ന രീതിയിൽ വലിയ റിലേറ്റീവ്സ് ഒന്നും ഇല്ല. ഇച്ചിരി 2-3 പേര് അപ്പച്ചാടെ ഫാമിലിയുടെ ആൾക്കാരേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ പോയി വിസിറ്റ് ചെയ്ത് ടൈം സ്പെൻഡാക്കുന്ന അത്രയ്ക്ക് വലിയ അടുത്ത റിലേറ്റീവ്സ് ഒന്നും ഇല്ല നമുക്ക്. അപ്പം ഞാൻ കർണാടകയിലാണ് വളർന്നതും പഠിച്ചതും എല്ലാം. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ മലയാളം മിണ്ടുന്നത് കൊണ്ട് എനിക്ക് മലയാളം മിണ്ടാനറിയാം. പക്ഷേ എഴുതാനോ വായിക്കാനോ ഒന്നും അറിയത്തില്ല, മിണ്ടാൻ മാത്രം അറിയാം. അപ്പം മലയാളീസിൻ്റെ കൂടെ ഒരു എന്നാ പറയുന്നത് ഒരു പ്രത്യേക മലയാളമാണ് എൻ്റേത്. അപ്പോൾ എൻ്റെ മലയാളത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. ഓക്കെ ഓക്കെ. അപ്പം ഞങ്ങൾ കുറച്ച് അടുക്കാറായി, അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ടൈം എൻ്റെ ഒരു വീഡിയോക്കകത്ത് ഞാൻ ഇട്ടായിരുന്നു KMRTയിലോട്ട് പോകുന്ന വീഡിയോ. സോ ആ ഒരു റൂട്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. പണ്ടത്തെ റൂട്ടല്ല, ഇതിപ്പോൾ വേറെ റൂട്ടാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. അതൊക്കെയാണ് വിശേഷം. അപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേയിൽ നമുക്ക് എന്തൊക്കെ ആണ് അവർ സെയിലിന് വെച്ചിരിക്കുന്നത്, എത്ര ഓഫേഴ്സുണ്ട്, അതൊക്കെ നമുക്ക് കാണാം. പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഇതൊരുമാതിരി പൊള്ളുന്ന ചൂടാണ്. ദേഹമെല്ലാം ഒരുമാതിരി പൊള്ളുക. കുടയും എടുത്തില്ല. എന്തായാലും നാട്ടിൽ നിന്നൊരു കണ്ണടി വാങ്ങിച്ചിരുന്നു. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന കണ്ണടിയാണ്. SPF 50 എന്നൊക്കെയാണ് പറഞ്ഞത്. UV റേഡ് SPF അല്ല, UV റേഡ് പ്രൊട്ടക്റ്റഡ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ആ ഒരു എഫക്റ്റ് കാണുന്നുണ്ട് കേട്ടോ. നല്ല അകത്തുനിന്ന് കാണുമ്പോൾ നല്ല ഒരു കൂലായിട്ടുള്ളതായിട്ട് കാണാം. പുറത്താണെങ്കിൽ ചൂടുണ്ട്. അതാണ്, അങ്ങനെയൊക്കെയാണ് വിശേഷം. സോ ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റ് ചൂടാണ്. അങ്ങനെ വക്കാട്ടാനി റോവിങ് ക്ലബ്. സ്കൂൾ കഴിഞ്ഞിട്ട് പിള്ളേർ വന്നിട്ടേ മറ്റേ ടബില്ലേ, ആ ടബിനകത്ത് നീന്താൻ പോവാണോ എന്താണെന്ന് അറിയത്തില്ല. സംതിങ് എന്തോ വെള്ളത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിള്ളേർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഉച്ചവരെ ഉള്ളെന്ന് തോന്നുന്നു ക്ലാസ്സസൊക്കെ. എനിക്കത്ര കൃത്യം അറിയത്തില്ല. പക്ഷേ എന്തോ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ നല്ല വെയിലുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ നീന്തി അവർ കളിക്കും. അതാണ് ഇവിടുത്തെ കളി.
ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ മീൻ, നമ്മുടെ നാട്ടിലൊക്കെ മീൻ കിട്ടുന്ന പോലെ ഇവിടെ പൊതുവേ നമ്മൾ പാക്ക് ആൻഡ് സേവിലോ അങ്ങനെയൊക്കെ പോയിട്ടാണ് മീൻ എടുക്കുന്നത്. പക്ഷേ ഈ ഒരു കട കാണുന്നില്ലേ, കുക്ക്ഡ് എന്ന് പറയുന്ന ഹുപ്പിയിലുള്ള ഒരു കടയാണ്. അപ്പം നമ്മുടെ വക്കത്താനിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, കുറച്ച് ഒരു 15 മിനിറ്റ്സ് ട്രാവൽ ചെയ്ത് കഴിയുമ്പം നമുക്കിങ്ങനെ ഒരു വണ്ടി ഇവിടെ നിൽക്കും. ഈ വണ്ടിയിൽ ഇവർ എന്താ ചെയ്യുക, മീൻ കടലിൽ നിന്ന് പോയിട്ട് പിടിച്ചിട്ട് വരും, എന്നിട്ട് അവർ നമുക്കത് സെയിൽ ചെയ്യും. സോ ഞാനിപ്പോൾ മീൻ വാങ്ങിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് ലെമൺ ഫിഷായിരുന്നു. ലെമൺ ഫിഷാണ് ഇവിടുത്തെ ഒരു പൊതുവേ വാങ്ങിക്കുന്നത്, മലയാളീസ് വാങ്ങിക്കുന്നത്. സോ ആ ലെമൺ ഫിഷ് കാലിയായി. സോ ഞാൻ പിന്നെ വേറൊരു മീനാണ് വാങ്ങിച്ചത്. സോ ഇതാണ് ആ ഒരു ഷോപ്പ്, കണ്ടില്ലേ? ഇവിടെയാണ് അവർ മീൻ വെട്ടിയും തരും കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഫിഷിന് ഇപ്പോൾ 16 ന്യൂസിലാൻഡ് ഡോളറായി. അതിപ്പോൾ നമ്മൾ പാക്ക് ആൻഡ് സേവിൽ പോയി വാങ്ങിക്കുമ്പോൾ അത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആവും. അത് ഒരു പീസിൻ്റെ കണക്കിലായിരിക്കും. ഇതിപ്പോൾ മൊത്തത്തിലെ ഒരു ഫിഷിനാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് കട, കുക്ക്ഡ് എന്ന് പറയുന്ന കട. അവരുടെ കയ്യിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട്. സോ അവർ മുമ്പേ വരുന്നുണ്ടെങ്കിൽ അവർ ഇൻഫോം ചെയ്യും, ഇങ്ങനെ ഇന്ന് മീൻ വെക്കുന്നുണ്ട് എന്ന്. അപ്പം ആ ഫേസ്ബുക്ക് പേജ് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് വാങ്ങിക്കുന്നത്. പുറകിൽ തന്നെ നല്ല കടലാണ്, വിശാലമായ കടൽ. അപ്പം ഇനിയൊരു ദിവസം സമയം കിട്ടുമ്പോൾ ഈ കടലിൻ്റെ അവിടെ വരണം. എന്താ ഇത് കാണാവോ അറിയില്ല, ആ സൈഡിൽ അവിടെയാണ് ഫുള്ള് കടലാണ്. നല്ല ഭംഗിയുള്ള വലിയ മറ്റേ എന്നാ പറയുന്നത്, തിരമാലകളൊന്നും അടിക്കാത്ത ശാന്തമായ കടൽ. അപ്പോൾ ഇതിൻ്റെ മുമ്പിലാണ് ഈ ഒരു മീനിൻ്റെ കട. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് പൊതുവെ ആൾക്കാരൊക്കെ മീൻ വാങ്ങിക്കുന്നത്. അങ്ങനെ മീനെല്ലാം വാങ്ങിച്ചു, വെട്ടി വീട്ടിൽ കൊണ്ടുപോവാണ്. എങ്ങനെ കാണൂ, എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്നോ അറിയത്തില്ല. നോക്കാം നമുക്ക് ടേസ്റ്റി ആണോ എന്ന്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ അങ്ങനെ ഒരു ബ്ലാക്ക് ഫ്രൈഡേ ആയിരുന്നു. ബ്ലാക്ക് ഫ്രൈഡേയുടെ ചെറിയ ഷോപ്പിംഗ് എല്ലാം ആയി. അപ്പോൾ ഞാൻ റൂമിലെത്തിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു എന്ന് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഇന്ന് ബ്ലാക്ക് ഫ്രൈഡേക്ക് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ എല്ലാവരും പോയി വാങ്ങിക്കുന്ന ഒരു ഡേ ആണ് ഇന്ന്. സോ നല്ലപോലെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആകുന്നത്രയും വീഡിയോ എടുക്കാൻ പറ്റി. പിന്നെ ഞാൻ എടുത്തില്ല, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പോൾ നല്ലപോലെ വീഡിയോ എടുക്കാം. ഇനി ഓഫേഴ്സിൻ്റെ ദിവസങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. ക്രിസ്മസിന് വരും, പിന്നെ ബോക്സിംഗ് ഡേ എന്ന് പറയുന്ന ഹോളിഡേയ്സിലൊക്കെ, പബ്ലിക് ഹോളിഡേയ്സിൽ അവർ ഇഷ്ടംപോലെ ഓഫേഴ്സ് ഇറക്കും. അപ്പം ഞാൻ എന്തൊക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നെന്ന് പിന്നെയും കൂടെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഞാൻ ഇടാം. സോ അതിന് മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ. ഇതാണ് ഗായ്സ് ഞാൻ വാങ്ങിച്ച മീൻ. 1 കിലോളം ഉണ്ടായിരുന്നു. അപ്പം ഒരു $16 കൊടുത്തു. പക്ഷേ തൊലിയോ അങ്ങനെ ഒന്നും എടുക്കത്തില്ല. ഇതാണ് ഇവരുടെ ക്ലീനിങ്, വാലൊക്കെ ഉണ്ട്. ഇനി ഞാൻ റിപ്പയർ ആക്കണം. ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് വേണം അടുത്ത മീൻകറിയോ മീൻ ഫ്രൈയോ എന്തെങ്കിലും ചെയ്യാൻ. പക്ഷെ കണ്ടിട്ട് നല്ല ഫ്രഷ് മീനാന്ന് തോന്നുന്നു. അടിപൊളിയാണ്. നോക്കാം നമുക്ക് കറിയൊക്കെ ആയി ടേസ്റ്റൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കി പറയാം. ഓക്കേ. ഹലോ, അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ വാങ്ങിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റിൽ ഞാനൊരു ഫിൽറ്റർ ജഗ് വാങ്ങിച്ചു. ഫിൽറ്റർ ജഗ് എന്തിനാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെള്ളം പ്യൂരിഫൈഡ് ആയിട്ട് ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഞാൻ പൊതുവെ കുടിച്ചുകൊണ്ടിരുന്നത്. സോ അപ്പോൾ ഞാനടുത്ത് നമുക്കൊരു ഫിൽറ്റർ ജഗ് ഒരെണ്ണം വാങ്ങിക്കാമെന്ന്. ഈ ഫിൽറ്റർ ജഗ്ഗിൻ്റെ ഉപയോഗം എന്നാന്ന് പറഞ്ഞാൽ 4 സ്റ്റെപ്പ് ഫിൽട്രേഷൻ സിസ്റ്റം
ഈസി ടു യൂസ്, സിമ്പിൾ ടു മെയിൻറ്റെയിൻ, 2.4 ലിറ്റർ ഫുൾ കപ്പാസിറ്റി, 1.1 ലിറ്റർ ഫിൽറ്റർഡ് കപ്പാസിറ്റി. പിന്നെ ഇത് ഒരു 2.4 ലിറ്റർ. ഞാൻ ഒരു വട്ടം തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കാം, ഓപ്പണാക്കി നോക്കാം. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ വെള്ളം നേരെ എടുത്ത് ഇതിനകത്ത് ഈ ഫിൽറ്ററിനകത്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒഴിച്ച് കഴിയുമ്പോൾ അത് ഫിൽറ്ററായിട്ട് പ്രത്യേക ടേസ്റ്റാണെന്ന് പറയുന്നത് വെള്ളത്തിന്. അപ്പം അത് അൺബോക്സ് ചെയ്യാം എങ്ങനെ കാണുമെന്ന്. സോ ഇതാണ്. അപ്പം ഇങ്ങനെ ഒരു ഇതാണ് ഫിൽറ്റർ ഇടാനൊക്കെ ഉണ്ട്. ഈ ഫിൽറ്റർ ഇതിനകത്ത് ഇടാനും എന്നിട്ട് അടയ്ക്കാനും വെള്ളം നിറയ്ക്കാനൊക്കെയാണ്. അപ്പം നമുക്ക് കാണാം എന്നൊക്കെയുണ്ടെന്ന്. സോ ഇതാണ് ജഗ്, ഫിൽറ്റർ ജഗ്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഓക്കെ ഇതാണ് ഫിൽറ്റർ. ഇത് നമ്മൾ ഈ ഒരു ഹോളിൻ്റെ അകത്ത് ഇടണം. ഇട്ട് കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചത് കണ്ട, ഇതാണ് ഫിൽറ്റർ. ഇതിനകത്ത് എന്തോ പൊടി പോലത്തെ സാധനം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സാധനം ഈ ഫിൽറ്റർ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇടണം, അകത്ത്. ഓക്കെ, ഇട്ട് കഴിയുമ്പോൾ പിന്നെയാണ് നമ്മൾ വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുന്നത്. ഇതിപ്പം എടുക്കുക, വെള്ളം ഒഴിച്ച ഉടനെ ഇത് നിറഞ്ഞിട്ട് താഴെ അത് ഫിൽറ്ററായിട്ട് വരും. അപ്പോൾ ഇതാണ് ഫിൽറ്റർ ജഗ്. വെള്ളം ഒക്കെ ഇവിടെ ടൈമിങ്സ് ഒക്കെ ഉണ്ട്, എന്തിനാണോ അറിയത്തില്ല. നോക്കാം, സമയമൊക്കെ സെറ്റാക്കാനായിരിക്കും, എത്ര നേരം എടുക്കുമെന്നൊക്കെ ആയിരിക്കും, എനിക്കറിയത്തില്ല. നോക്കാം നമുക്ക്. അപ്പം ഇതാണ് ഫിൽറ്റർ ജഗ്. ഓക്കെ, ഇതൊരെണ്ണം ഞാൻ വാങ്ങിച്ചു. ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് എത്ര എന്ന് പറഞ്ഞാൽ $79 ആണ്. ഇതിൻ്റെ ശരിക്കുള്ള എമൗണ്ടാണ് $79. ഇത് ഞാൻ കൊടുത്തത് $29 കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് ഫ്രൈഡേയുടെ സെയിൽ ഉണ്ടെന്ന്, ആ ഒരു സെയിലിൻ്റെ ഉപയോഗമാണ് ഇത്. 79ൻ്റെ സാധനം നിങ്ങൾക്ക് 29 കിട്ടിയിരിക്കുകയാണ്. ഇത് ഇന്ന് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഓഫേഴ്സ് ഉള്ള സമയങ്ങളിൽ വരുന്നതായിരിക്കും. സോ ഇതെനിക്ക് നോക്കി വെച്ച ഒരു സാധനമാണ്, വാങ്ങിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഇത് ഫിൽറ്റർ ജഗ്. ഓക്കെ, പിന്നെ അടുത്തത് ഓക്കെ, ഇതാണ് ഷൂ. നാട്ടിൽ നിന്ന് വന്നപ്പം നല്ല ഷൂ ഒന്നും ഞാൻ അത്രയും കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ലായിരുന്നു. പക്ഷേ ഇത് സൂപ്പർ ഷൂ ആണ്. നല്ല സോഫ്റ്റ് ഉണ്ട്, നല്ല സ്പോഞ്ച് പോലത്തെ സോഫ്റ്റ് ഉണ്ട്. ഇത് സ്നിക്കേഴ്സാണ് ഷൂ. ഇതൊരു ഷൂ വാങ്ങിച്ചു. ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് എത്രയെന്ന് പറഞ്ഞാൽ, ഇതാണ് കമ്പനിയുടെ പേര്. ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസാണ് 119. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ്. ഈ പ്രൈസിൻ്റെ ഐറ്റം എനിക്ക് കിട്ടിയത് $55. $55 ഈ ഒരു ഷൂ എനിക്ക് കിട്ടി. പിന്നെ അടുത്തത് ഞാൻ ഇനി ഒരു ഷൂവും കൂടെ വാങ്ങിച്ചു, ഡ്യൂട്ടിക്കും ഇതിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ അടുത്ത ഷൂ. ഇത് നല്ല കമ്പനി ഷൂ ആണ്. ഇത് ആക്സിസ്, ഇതാണ് ഷൂവിൻ്റെ പേര്. സോ ഇതിൻ്റെ റേറ്റ് എത്രയെന്ന് പറഞ്ഞാൽ MRP റേറ്റാണ് 119. 119ൻ്റെ
ഇത് എനിക്ക് കിട്ടിയിരിക്കുന്നത് 65-ന് ഈ ഷൂ കിട്ടി. ഇത് നല്ല ബ്രാൻഡഡ് സാധനമാണ്. പിന്നെ നല്ല കംഫർട്ടബിൾ ആണ് നടക്കാനും ഇടാനും ഒക്കെ. അപ്പം ഇത് ഞാൻ നോക്കി വെച്ച ഷൂകളൊക്കെയാണ്. ഇത് 2 ഷൂവും ഇതും വേണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം പോയിട്ട് ഞാൻ വാങ്ങിച്ചു. അപ്പം ടോട്ടല് ഒരു 150യുടെ ഉള്ളിൽ ആയി എല്ലാം കൂടി എനിക്ക്. അപ്പം ഗായ്സ്, ഇതാണ് എൻ്റെ ബ്ലാക്ക് ഫ്രൈഡേയുടെ ഷോപ്പിംഗ് ചെയ്ത ലിസ്റ്റ്. അധികം വലിയ ലിസ്റ്റ് ഒന്നും ഇല്ല, 3 സാധനം വാങ്ങിച്ചുള്ളൂ. പക്ഷെ ഒരുപാട് വർത്താണെന്ന് എനിക്ക് തോന്നി. ഒരു 2 ഷൂസ് വാങ്ങിച്ചു, പിന്നെ ഫിൽറ്റർ ജഗ് വാങ്ങിച്ചു. ഇത്ര വാങ്ങിച്ചുള്ളൂ. ഇനി ഒരുപാട് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട്. നോക്കാം, ഇനി അടുത്ത ഒരു ഷോപ്പിംഗ് ഓഫർ വരുമ്പോഴത്തേക്ക് പോയിട്ട് വാങ്ങിക്കണം. സോ ഇതൊക്കെയാണ് എൻ്റെ ഷോപ്പിങ്ങിൻ്റെ വിശേഷങ്ങൾ. അപ്പം നിങ്ങളുടെ ബ്ലാക്ക് ഫ്രൈഡേ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ എന്നാ വാങ്ങിച്ചു, എത്ര രൂപയായിരുന്നു MRP എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എനിക്ക് ഒരുപാട് അടുത്ത വീഡിയോസ് ഇടണം എന്നുള്ള ആ ഒരു മോട്ടിവേഷനും കൂടെയാണ് കിട്ടാൻ പോകുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽതി. സൈനിങ് ഓഫ്, പ്രിയങ്ക.